അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവെ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയർ എവർ യു ഗോ എന്ന് പറഞ്ഞ
അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഞാനത് ഒരു ആധ്യാത്മിക വിരുദ്ധാർത്ഥത്തിൽ പറയുകയല്ല. ഈ വേർഡ് മെൽട്ടിങ്, വചന ഉരുക്കം, അതായത് എന്നൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ. അതായത് മുട്ട ചൂടുകൊണ്ട് വിരിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ഐസ് താപം ഏൽക്കുമ്പോൾ ഉരുകുന്നു. അതുപോലെ വചനം, ദൈവസ്നേഹം ഏൽക്കുമ്പോൾ വചനം ഉരുകും. നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ഉരുകാൻ തുടങ്ങും. ഉരുകി അലിഞ്ഞ് നമ്മുടെ നാവിലത് മധുരമായി പകരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് മത്തായിയുടെ സുവിശേഷം 6:32 വായിച്ചേ. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പം നമ്മുടെ ആവശ്യമാണെന്നുള്ള സ്വർഗീയ പിതാവ് അക്രെഡിറ്റ് ചെയ്തു. ഇത് നിസ്സാര കാര്യമല്ല. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അതാത് കാലത്തിൻ്റെ മാനവികതയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം. അതാണ് ഇത് എല്ലാം എന്ന് പറഞ്ഞ വായിക്കുകയാണ്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഈ വിഷയം അക്രെഡിറ്റ് ചെയ്തു, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ആവശ്യങ്ങളെ. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി അത് നമ്മുടെ അവകാശമായി മാറും. പിതാവ് അംഗീകരിച്ചതല്ല നമ്മുടെ അവകാശം. അതിൻ്റെ സൂചന, അതായത് ഈ മക്കൾ എങ്കിൽ അവകാശികളാണ് എന്ന് പറയുന്നത് സെന്റ് പോളൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഇപ്പൊ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ പിതാവെന്നവിടെ ഈശോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മക്കളായി. മക്കൾ ആണെങ്കിൽ അവകാശികളാണെന്നുള്ളതും ആദിമസഭയുടെ ബോധമാണ്. പൊതുബോധം എന്നൊക്കെ പറയില്ലേ, ആദിമസഭയുടെ പൊതുബോധം. എന്താണ്? അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവകാശങ്ങളാണ്. ഇനി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന സംഭവമുണ്ട്. എന്താണ്? കടമകൾ. അപ്പം അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവകാശം പ്രാപിക്കാൻ വേണ്ടി സ്വാഭാവിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? കടമകളാണ്. കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? 1 കൊറിന്ത്യർ 9:16 എടുത്തേ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പൊ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കടമ എന്ന് പറയുന്നത് സുവിശേഷം ജീവിക്കുക,
സുവിശേഷം കൈമാറുക എന്നുള്ളതാണ്. ഈ വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളെ ഒരു വ്യക്തി ദൈവാനുഗ്രഹം ഈസിയാക്കാനുള്ള, ലളിതമാക്കാനുള്ള ഏറ്റവും ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. എന്താണ് അത്? അതായത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. അതായത് എന്റെ വിഷയം വെച്ചാല് ഈ കടമ നമ്മൾ സ്നേഹത്തോടെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതായത് സുവിശേഷ വിഹിതമായി ജീവിക്കുക, അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും തുല്യമാണ്. സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് തുല്യമാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷയം ഒന്ന് കറക്റ്റ് ചെയ്താൽ മറ്റുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാകും. ഓരോ ദിവസവും ഈ ഡെയിലി ബ്രെഡ് കൂടുന്നവരെ, അതുകൊണ്ട് മെച്ചമുണ്ടാക്കി നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി മാറണം. നിർഭാഗ്യവശാൽ ഇത്രയും സുവിശേഷ വേലകളെല്ലാം നടന്നതിന് ശേഷവും സുവിശേഷം ബോധപൂർവം കൈമാറുന്ന വളരെ 2% കത്തോലിക്കരെ നമ്മൾ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. ഇതാണ് സഭയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. നിങ്ങളെ കൂടുതൽ സുവിശേഷകരുണ്ടാകാനും സുവിശേഷം ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാകാനും അങ്ങനെ ദൈവത്തിരുസന്നിധിയെ അനുഗ്രഹങ്ങൾക്കും അവകാശങ്ങൾ യോഗ്യമാകാനും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ അവകാശങ്ങളാണ്. അവകാശം പ്രാപിക്കാൻ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി സുവിശേഷ വേല ചെയ്യാനും സുവിശേഷം ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സിൽജി. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ആദ്യമായി പുണ്യാൾത്താരയിൽ എന്നെ പ്രത്യക്ഷ സാക്ഷിയാക്കി എന്നെ കയറ്റി നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരു കൊടാനുകൂടി നന്ദി. ഞാൻ ആദ്യമായി ഉടമ്പടി ജീവിതത്തിലോട്ട് കടന്നു വരുന്നത് 17/9/2023 ഇതെൻ്റെ എട്ടാമത്തെ പുതുക്കലാണ്. ആദ്യത്തെ 5 ഉടമ്പടിയും എല്ലാ ഉടമ്പടിയും ഞാൻ കറക്റ്റ് 90 ദിവസത്തിനുള്ളിൽ വന്ന് പുതുക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലേക്കാണ്, നിയോഗങ്ങളെക്കാളേറെ. അങ്ങനെ 5 ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ ഓരോ നിയോഗങ്ങൾ വെച്ചിരുന്നെങ്കിലും എനിക്കൊന്നും സാധിച്ചു കിട്ടിയില്ല. 5ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുക, അതായിരുന്നു എൻ്റെ വലിയ നിയോഗം. അങ്ങനെ എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് IT ആണ്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് മെഡിക്കൽ കോഡിങ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോഡിങ്, ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എനിക്ക് എങ്ങനെ അത് പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വചനം തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഏശയ്യാ 41:13, നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആ വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കോൺടാക്റ്റ് ചെയ്യുകയും അങ്ങനെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിന് ചേരുകയും ചെയ്തു. എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ ഇരുന്നപ്പോഴൊക്കെ ഞാൻ പരിശുദ്ധ അമ്മേനെ അടുത്തിരുത്തി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല, അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം, അമ്മ വന്ന് എന്നെ സഹായിക്കണം. ഞാനല്ല ഇത് ക്ലാസ് പഠിക്കുന്നതും എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒന്നും ഞാനല്ല, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്, അമ്മ എന്നെ സഹായിക്കണം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു. ഓരോ ചാപ്റ്ററിൽ പഠിക്കുമ്പോഴും ഞാൻ അതിലൊക്കെ മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണെന്ന വചനവും നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് എഴുതിക്കൊണ്ട് അങ്ങനെയാണ് ഞാൻ ഓരോ ചാപ്റ്ററും പഠിച്ചിരുന്നത്. ഞാൻ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ ഉടമ്പടി ഉപ്പിട്ട വെള്ളം ഞാൻ അടുത്ത് വെച്ചത് കുടിച്ചുകൊണ്ടിരുന്നു. ഓരോ ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേയും ഞാൻ ഉടമ്പടി തൈലം തേച്ച് കുരിശ് വരച്ചും ഉപ്പും തേനും ഉള്ളിൽ കഴിച്ചുകൊണ്ടുമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എന്നെക്കാളും എല്ലാവർക്കും നല്ല മാർക്കുണ്ടായിരുന്നു, എനിക്ക് നല്ല മാർക്ക് കുറവായിരുന്നു.
അങ്ങനെ ഞാൻ എന്താണേലും രണ്ടും കൽപ്പിച്ച് ഡിസംബർ 8 മാതാവിൻ്റെ അമൽഫ തിരുനാളിൻ്റെ അന്ന് എക്സാം ഡേറ്റ് എടുത്തു. എക്സാം ഭയങ്കര ടഫായിരുന്നു. ഞാൻ നോക്കിയ പോർഷൻസ് ഒന്നും വന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എക്സാം എഴുതിയ എല്ലാവരും എക്സാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കരഞ്ഞോടാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത്. എക്സാം കയറുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി ഉപ്പ് അവിടെ വിതറുകയും തൈലം തൊട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും അമ്മയും മാതാവ് എന്നെ സഹായിക്കാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്താൽ പിറ്റേ ദിവസം റിസൾട്ട് വരും. അങ്ങനെ ആ വീട്ടിൽ വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഹസ്ബൻഡിനുമായിട്ട് ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരുന്നു. പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ളൊരു അത് ഉള്ളിൽ വന്നുകൊണ്ടിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഞാൻ വന്ന് അച്ഛനെ കാണുകയും കൈവപ്പ് ശുശ്രൂഷ ചെയ്യുകയും അച്ഛൻ എനിക്ക് കാശ് രൂപം തന്ന് പോയി രക്ഷപ്പെടും മക്കളെ എന്ന് അവിടെ അന്ന് വന്നിരുന്ന എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് ചൊവ്വാഴ്ച വെളുപ്പിനെ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, അമ്മ ഇവിടെ തോക്കുവാണെങ്കിൽ ഞാനല്ല തോക്കുന്നത്, അമ്മയാണ്. കാരണം നമ്മൾ ഒരുമിച്ചാണ് പഠിക്കാനിരുന്നത്, ഒരുമിച്ചാണ് എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അമ്മ തോക്കാൻ ഇടവരുത്തരുത്, ഉടമ്പടി എടുത്ത ഒരു മക്കളെയും അമ്മ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അങ്ങനെ അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പെർസെൻറ്റേജ് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ദൈവമേ അത്രയൊന്നും കിട്ടാനുള്ള യോഗ്യത അത്ര ഇല്ല എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കറക്റ്റ് പാസ് മാർക്ക് മതി, എങ്കിൽ മാത്രമേ അത് അമ്മ എനിക്ക് തന്നാന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിലും എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇത്ര മാർക്ക് കിട്ടും എന്ന് എൻ്റെ മനസ്സിൽ ആ ഒരു നമ്പർ തെളിഞ്ഞുകൊണ്ട് വന്നിരുന്നു. പക്ഷേ ഞാൻ വെളുപ്പിന് 3 മണിക്ക് റിസൾട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം ഞാൻ മനസ്സിൽ കണ്ട അതേ ആ ഒരു മാർക്ക് എനിക്ക് മാതാവ് തന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ അന്ന് എക്സാം അറ്റൻഡ് ചെയ്ത് എന്നെക്കാളും മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മാർക്ക് കൂടുതലുള്ള ആരും ജയിച്ചിട്ടില്ല, ഞാൻ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് വിദേശത്തായത് കാരണം ഞങ്ങൾക്ക് എവിടെയെങ്കിലും എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് എവിടെ പോകണമെങ്കിലും ഓട്ടോ പിടിച്ച് അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ലൈസൻസ് ഉണ്ടായിട്ട് ഞാൻ വണ്ടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റത്തെ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു. അപ്പോൾ അച്ഛൻ അന്ന് ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ വരണേന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന്. അങ്ങനെ ഞാൻ അന്ന് ഇവിടുന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് പള്ളി പോകണം എന്നുള്ളത് ഞാൻ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകുന്നത് മാതാവിൻ്റെ പള്ളിയിലോട്ടാണ്. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് മാതാവിൻ്റെ പള്ളിയിൽ പോയി. തിരിച്ച് സുരക്ഷിതമായിട്ട് വീട്ടിലെത്തി. വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തൈലം തേച്ച് കുരിശ് വരച്ച വണ്ടിയുടെ ചുറ്റിനും തൈലം തേച്ച് കുരിശ് വരച്ച് ഉപ്പ് വിതറി കാശ് രൂപമൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ധൈര്യമായി. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് തൊടുപുഴയിൽ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നു. ഇപ്പോൾ എവിടെ വേണമെങ്കിലും ഞാൻ ഡ്രൈവ് ചെയ്ത് പോവും. അതുപോലെ എനിക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. അവരെയും വിശ്വാസത്തിൽ വളർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും അവർക്ക് ചെറുതായിട്ടൊന്ന് വീണാൽ പോലും തന്നെ അവർ വന്ന് പറയും, അമ്മേ മാതാവിൻ്റെ തൈലം തേച്ചതാ, ഉപ്പ് കഴിക്കാന്താ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് അവരെപ്പോഴും പറയാം. പിന്നീട് എനിക്ക് വന്നൊരു സണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ ചെറിയ കുരുക്കൾ പോലെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഡോക്ടേഴ്സിനെ കണ്ടിട്ടും എനിക്കത് മാറുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടിത്തായാലും തേച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എനിക്കത് പൂർണ്ണമായും രോഗസൗഖ്യം കിട്ടി. എൻ്റെ കുഞ്ഞിൻ്റെ തലയിലും അതുപോലൊരു ഡാൻഡ്രഫ് കാരണം ഒരു ചെറിയൊരു ഇതുപോലെ വന്നു. അതും ഉടമ്പടിത്തായാലും തേച്ച് പൂർണ്ണമായും സൗഖ്യം കിട്ടി. പിന്നെ ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാ മാസം തന്നെ പത്രം മേടിക്കാറുണ്ട്. മേടിച്ച് ഞാൻ തൊടുപുഴ ബസ് സ്റ്റാൻഡുകളിലാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. 5ാമത്തെ ഉടമ്പടി വരെ എനിക്ക് അങ്ങനെ കാരുണ്യപ്രവർത്തികളിലൊന്നും ഞാൻ ഫോക്കസ് ചെയ്തിരുന്നില്ല. എന്നോട്ട് ഞാൻ കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ഫോക്കസ് ചെയ്തു. അന്ന് മുതൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധ കുർബാന ഞാൻ ഇതുവരെ മുടക്കിയിട്ടില്ല. ഓരോ കുർബാനയും ഓരോ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുർബാനയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ എങ്ങനെയോ എനിക്ക് നമ്മൾ അത് ഉയർത്തുമ്പോൾ എൻ്റെ കണ്ണീർ നിറയാതെ കണ്ണുനീര് വരും. അങ്ങനെ എനിക്ക് കുഞ്ഞുങ്ങളുള്ളതാണ്. ചില ദിവസം അവർ രാവിലെ എണീക്കുന്നതാണ് എനിക്ക് കുർബാനയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും അമ്മ. കാരണം എൻ്റെ ചുറ്റിനും 2-3 പള്ളി ഉണ്ടെങ്കിൽ എല്ലായിടത്തും രാവിലെ തന്നെയാണ് കുർബാന. അപ്പം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് കുർബാന എന്തെങ്കിലും മിസ്സായ എനിക്കത് കാണണമെങ്കിൽ ഞാൻ പിന്നെ ടൗണിൽ പോകണം. അപ്പോൾ കുഞ്ഞുമക്കളെയും കൂടി പോകാൻ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ 2ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അച്ഛന്മാരുടെ ആശ്രമം വരികയും അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് കുർബാനയുണ്ട്. അപ്പോൾ എനിക്ക് രാവിലത്തെ കുർബാന മുടങ്ങിയാലും വൈകുന്നേരം അവിടെ പോയി കുർബാന കാണാൻ പറ്റും.
ഇതുവരെ ഞാൻ പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. എത്ര രാത്രിയായാലും ഞാൻ വചനം വായിച്ചിട്ടേ കിടക്കാറുള്ളൂ. അതുപോലെ എനിക്ക് ഈ ഉടമ്പടിയിലൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് 3-4 പേരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു, എനിക്കിങ്ങനെ മാതാവ് ഇങ്ങനെ ഉള്ളിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഓക്കെ എന്നാൽ നമുക്ക് ജപമാല സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഞങ്ങൾ 4 പേരുടെ ഒരു ജപമാല ഗ്രൂപ്പ് തുടങ്ങി. അതിലെന്നും ഞങ്ങൾ ഓരോരുത്തർക്ക് ആവശ്യം വെച്ചിട്ട്, ഞങ്ങളുടെ അല്ല, ഓരോരുത്തർക്ക് നമുക്കറിയാവുന്ന ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഓരോരുത്തരുടെ ആവശ്യം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് കുറേ പേര് ആഡ് ചെയ്ത് ഇപ്പോൾ 10-30 പേരായി. അപ്പോൾ ഡെയിലി ഞാനതിൽ ഓരോരുത്തർക്ക് നിയോഗങ്ങളിടും, ജപമാല ആർക്കൊക്കെ ചെല്ലണമെന്ന് അങ്ങനെ അസൈൻ ചെയ്ത് ഞാനിടും. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേർന്ന് 8000 സംതിങ് ജപമാല മുത്തുമണികൾ ഇപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ജപമാല ഗ്രൂപ്പ് ഉള്ളത് കാരണം നമുക്ക് ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് കിട്ടിയവരെ ഉള്ളിലെ മാതാവിൻ്റെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് ആ ജപമാല എങ്ങനെയും പൂർത്തിയാക്കണം, അങ്ങനെ ഒരു ചിന്ത, ഒരു നിമിഷം പോലും വേറൊരു ചിന്തയിലോട്ട് പോകാതെ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും വെറുതെ നടക്കുമ്പോഴാണെങ്കിലും എപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കാനുള്ള വലിയൊരു അനുഗ്രഹം മാതാവ് തന്നു. വലിയൊരു ദൈവിക പദ്ധതിയാണ് ഈ ഉടമ്പടി. അതിലോട്ട് എന്നെ തിരഞ്ഞു പിടിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. നിത്യതയിലോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയിലോട്ട് എത്തുവാൻ വേണ്ടി എന്നെ സഹായിക്കാൻ ഞാൻ ഒരിക്കലും കൈവിട്ട് പോവില്ല. മാതാവിൻ്റെ കൈവിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. എൻ്റെ ജീവിതകാലം അത്രയും ഞാൻ ഉടമ്പടി തന്നെയായിരിക്കും. ഉടമ്പടി ജീവിതത്തിൽ വന്നത് പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടത്. എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയത്, എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റിയത്, എൻ്റെ കുടുംബത്തിലാണെങ്കിലും സന്തോഷ സമാധാനം, എന്നെ പൊന്നുപോലെ നോക്കുന്ന ഹസ്ബൻഡും മമ്മിയും എല്ലാവരും എനിക്ക് കിട്ടിയത്. അങ്ങനെ 1000 എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനെ ഈശോപ്പയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ദിവ്യ കുര്യാക്കോസ്. ഞാൻ കാഞ്ഞൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മകള് ആൻ കുര്യാക്കോസ്. ഇതെൻ്റെ അച്ചാച്ചൻ്റെ മോനാണ് ചിക്സൻ. എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരുപാട് വലിയ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകള് ആൻ കുര്യാക്കോസ്, ഇവൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവൾക്ക് സ്കിൻ അലർജി ഉണ്ടായിരുന്നു. കയ്യിലും കാൽമുട്ടിലൊക്കെ ആയിട്ട് ഭയങ്കര ചൊറിച്ചിലും കറുത്ത് തടിച്ച് ഇരിക്കുമായിരുന്നു. അതൊക്കെയാണ് ഭയങ്കര വിഷമം. സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പം ഫ്രണ്ട്സ് എന്നെ കളിയാക്കുന്ന അമ്മേ, അവരെൻ്റെ ദേഹത്ത് പിടിക്കുമ്പോൾ ഇതെന്താ നിൻ്റെ കൈ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾ വീട്ടിൽ വന്ന് എന്നും കരച്ചിലായിരുന്നു. എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു. എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് അടുത്തുള്ള ചേച്ചി എപ്പോഴും പറയും എന്നോട്, നീ വാ, എൻ്റെ കൂട്ടത്തിൽ വാ, കൃപാസനത്തിൽ വാ, നമുക്കവിടെ പോയി പ്രാർത്ഥിക്കാം, ഉടമ്പടി എടുക്കാം എന്നൊക്കെ പറയും. ഞാനും പറയും, ഞാനില്ല ചേച്ചി, കാരണം നമ്മുടെ കാഞ്ഞിപ്പള്ളിയിൽ മാതാവുണ്ടല്ലോ, ഞാൻ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമായിരുന്നു. പിന്നെ ഇവളുടെ കരച്ചിൽ സഹിക്കുക വയ്യാതായി. അപ്പോഴാണ് ഞാൻ, എന്നാൽ ഒരു ദിവസം നമുക്ക് പോകാൻ ചേച്ചി, ഞാനും വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നത്. വെറുതെ വന്നതാട്ടോ, മാതാവിനൊന്ന് കാണാം പറയാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കയറിയപ്പോൾ തന്നെ ആരോ പറയുന്ന പോലെ, നീ പോയി ഉടമ്പടി എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ നേരെ വന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാമെന്നും പറഞ്ഞ് നേരെ മേളിലേക്ക് പോയി ഉടമ്പടി എടുത്തു. മാതാവിനോട് ഒത്തിരി നേരം പ്രാർത്ഥിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല കേട്ടോ. അത്ര നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. മാതാവിനോട് വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, മാതാവി നീ ഇടപെടണം, ഈ ഷോപ്പിൽ നിന്ന് എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ പോയി, ഇവളപ്പം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ആയുർവേദം മരുന്ന് കഴിക്കേണ്ടായിരുന്നു. 1 വർഷത്തോളമായി. ഇവിടുന്ന് ഞാൻ പോയി മാതാവിൻ്റെ ഉപ്പ് രാവിലെ വെള്ളത്തിൽ കലക്കി കൊടുക്കും. അതുപോലെ ഉടമ്പടി തൈലം രാവിലെ ഞാൻ കാലിൽ പുരട്ടി കൊടുക്കും, തേനും കൊടുക്കും. അങ്ങനെ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ് ഞാൻ കൂടാറുണ്ട്. അതിനുശേഷം സ്കൂളിൽ പോകുന്നതിനേക്കാളും മുമ്പാണ് കയ്യിലും കാലിലൊക്കെ ഞാൻ എണ്ണ പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ആൾക്ക് ചൊറിച്ചിലൊക്കെ മാറി, അത്യാവശ്യം നല്ല രീതിയിൽ മാറി. ഒരു ചെറിയ പാടും കൂടെ ഉള്ളൂ. ആൾക്ക് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുകയായിരുന്നു. കൃപാസന പ്രസാദ മാതാവേ, അങ്ങയുടെ പ്രതീക്ഷത്തിൻ്റെ ശിരസാക്ഷിക്കാൻ മാറ്റമേന്ന്. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന മരുന്ന് ഞാൻ നിർത്തി. എനിക്ക് തോന്നി ഇനി ഇത് കഴിച്ച് കഴിഞ്ഞാൽ മാറില്ലെന്ന്. ചൊറിച്ചിലും മാറിയത് കൂടാതെ മാതാവിൻ്റെ തൈലവും തേനും ഒക്കെ ഞാൻ കുടിച്ചും തേച്ചും അതെല്ലാം മാറി. ഒത്തിരി നന്ദി യേശുവയ്ക്കും കൃപാസന പ്രസാദ മാതാവിനും. ഇതെൻ്റെ അച്ചാച്ചൻ്റെ മകനാണ് ജിക്സൻ. അവൻ 4 വർഷം മുമ്പ് അവൻ 3 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് ഇറ്റലിക്ക് പോയതാണ്. അതിനുശേഷം അവൻ അവിടെ ജോലിക്ക് കയറി വിസയില്ലാതെ.
അവൻ ഈ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു അവൻ്റെ പാസ്പോർട്ട് പുതുക്കേണ്ടത്. ആകെ സങ്കടമായിരുന്നു, എന്ത് ചെയ്യും, എങ്ങനെ വരാൻ പറ്റില്ലല്ലോ നാട്ടിലോട്ട്. അവൻ എന്നും വിളിച്ച് പറയും, ചേച്ചി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ടെൻഷനാവണു, പാസ്പോർട്ടിൻ്റെ കാലാവധി തീരാറായി, ചേച്ചി പ്രാർത്ഥിക്കണമെന്നൊക്കെ. ഞാനപ്പം മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അവനെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചു, പിന്നെ ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു ആ പ്രാർത്ഥന. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ഓർക്കുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് അവന് സെപ്റ്റംബറിൽ അവന് പോർച്ചുഗലിലെ പേപ്പർ റെഡിയായി. അവൻ കഴിഞ്ഞ സെപ്റ്റംബർ 17-ാം തീയതി നാട്ടിലെത്തി. അവൻ്റെ പാസ്പോർട്ട് പുതുക്കി. അവനിനി തിരിച്ച് ജനുവരി 15-ാം തീയതി തിരിച്ചവൻ പോവുകയാണ്. അവൻ്റെ പേപ്പറൊക്കെ അങ്ങനെ റെഡിയായി. മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ജപമാല റാണിയിൽ പങ്കെടുക്കണമെന്ന്. ഞാനൊരു വാതരോഗിയാണ്. എനിക്ക് ജോയിൻറ്റുകൾ മാറി മാറി വരുന്ന വേദനകളാണ്. വീട്ടിൽ തന്നെ ഒന്ന് കുനിഞ്ഞ് വിറ്റടിച്ചാൽ പോലും എനിക്ക് 2 ദിവസത്തേക്ക് വയ്യ, അതുപോലെ വേദനയാണ്. അങ്ങനെ ഭയങ്കര ആഗ്രഹം, കാരണം എല്ലാവരും പോകുന്നുണ്ട് ജപമാല റാണിക്ക്, എനിക്കും ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഡെയിലി രാവിലത്തെ പ്രെയർ ചൊല്ലുന്ന സമയത്ത് ഞാൻ പറയും, എനിക്ക് ആഗ്രഹമുണ്ട് മാതാവേ, ഒന്ന് സാധിച്ചു തരണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായി രാവിലെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ വരണുണ്ട്, എനിക്ക് വേദന എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിർത്തി, ഞാൻ ബസ്സിൽ കയറി പോന്നോളാം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരിപ്പോൾ റാലിക്ക് വന്നു. ഞങ്ങളുടെ അവിടെ നിന്ന് 3 ടെമ്പോ ട്രാവലർ ബസ്സിലാണ് ആൾക്കാർ വന്നത്. പക്ഷെ ആ 3 ടെമ്പോ ട്രാവലർ ആദ്യം ഞാനാണ് ആ പള്ളിയിൽ, അർത്തുങ്കൽ പള്ളിയിൽ ചെന്നത് ഞാനാണ് അവിടെ നടന്നത്. എനിക്കൊരു വേദനയോ ഒരു കുഴപ്പവും ഉണ്ടായില്ല, എനിക്കൊരു തളർച്ചയോ ക്ഷീണോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നിനക്ക് എങ്ങനെ സാധിച്ചതെന്നുള്ളത്. എൻ്റെ കൂട്ടത്തിൽ വന്ന് ചേച്ചിമാർ എന്നോട് അത് ചോദിച്ചത്, നീ എങ്ങനെയെങ്കിലും നടന്നു കയറിയ, നിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു, നീ നടക്കുമോ, വയ്യാണ്ടാവോ, എന്താ ചെയ്യണമെന്നൊക്കെ ഓർത്തു. പക്ഷേ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പരിശുദ്ധ മാതാവ് എന്നെ സഹായിച്ചു. ഞാൻ ഈ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ കൊന്ത ചൊല്ലി അവിടെ വരെ നടന്നു വന്നത്. എല്ലാ ദിവസവും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. രാവിലെ വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി കുടിക്കാറുണ്ട്. അതുപോലെ തേനും ഉടമ്പടി തൈലവും ഞാൻ എല്ലാ ദിവസവും ഞാനും എൻ്റെ മകളും ഹസ്ബൻഡിനും കൊടുക്കാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകുന്നത് ഒരു ഞായറാഴ്ച കുർബാന മുടക്കാൻ പാടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ രാവിലെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് കുർബാന കൂടാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞല്ലോ 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം എന്നുള്ളത്. ഞാൻ ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ച് എന്നും ബൈബിൾ വായിക്കുമായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ ബൈബിൾ വായിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വായിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ മടുക്കും, പിന്നെ അത് ഉപേക്ഷിക്കും. പക്ഷേ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ ഒരു പ്രാവശ്യം മൊത്തമായിട്ട് ബൈബിൾ വായിക്കാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തുള്ളവർക്കും പള്ളിയിലും പിന്നെ അറിയാവുന്ന കുറേ പേരുണ്ട്, അവർക്കൊക്കെ പത്രം കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ പോയി ഞാൻ സന്ദർശിക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ എന്തെങ്കിലും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പാവപ്പെട്ട വഴിയരികിലുള്ളവർക്ക് ഞാൻ ചോറുപൊതി കൊടുക്കാറുണ്ട്. യേശുദേവനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ദിവ്യ, എറണാകുളം പറവൂരിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പെടുത്തത് 2022 ജൂലൈ 24-ാം തീയതിയാണ്. ആദ്യമായി ഞാൻ മാതാവിനെ അറിഞ്ഞത് 2018 പ്രളയം കഴിഞ്ഞപ്പോൾ തുടങ്ങി. എനിക്ക് മാതാവിൻ്റെ ഒരു പ്രാർത്ഥന ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കിട്ടിയാണ് ഞാൻ മാതാവിനെ അറിഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനത് പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നെ അവിടെ നിന്നും കുറേ പേര് ഉടമ്പടി എടുക്കാനായിട്ട് പത്രിക എനിക്ക് കൊണ്ടുപോയി, ഉടമ്പടി പത്രം കൊണ്ടുപോയി തന്ന് അങ്ങനെ മാതാവിനെ കൂടുതൽ അറിഞ്ഞു. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തന്നെ മാതാവിൻ്റെ പത്രം എന്നെ പോലെ വിഷമം വഹിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. കടയിലാണ് ഞാനൊരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മാതാവിനെ അറിഞ്ഞത്. അവിടെ കുറേ പത്രങ്ങൾ എല്ലാവരും കൊണ്ടുപോയി തരുമായിരുന്നു. ആ കടയിൽ വരണോരിക്കൊന്ന് കൊടുത്തോ എന്ന് ചോദിച്ചുകൊണ്ടും. അപ്പം ഞാനത് എൻ്റെ ഒരു വിഷമം പോലെ എല്ലാവർക്കും കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. അന്ന് തുടങ്ങിയ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്. ഉടമ്പടി എടുക്കാൻ കാരണം കടബാധ്യത, മരണം മാത്രം ആശ്രയിച്ച് നടന്നിരുന്ന ഒരവസ്ഥയിലാണ് ജീവിച്ചിരുന്നത്.
കടബാധ്യതയും കൊണ്ട് എങ്ങും തിരിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങേറ്റം മക്കൾക്ക് വരെയും ഒരു ഫുഡ് കൊടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതിൽ നിന്നും 2022 എനിക്കെൻ്റെ ഈ പുണ്യഭൂമിയിലൊന്ന് കാലുകുത്താൻ സാധിച്ചിട്ടുള്ളത്. അതുവരെയും എൻ്റെ മാതാവ് പരീക്ഷിക്കുകയാണോ എന്നറിയില്ലായിരുന്നു. എനിക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തരും ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കും വരണം എന്ന്. പക്ഷേ എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടില്ല. വണ്ടി പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ വിഷമിച്ച് നോക്കിയിരിക്കും അവർ വരുമ്പോൾ. അങ്ങനെ 3-4 വർഷം കഴിഞ്ഞു. എൻ്റെ ജീവിതം അങ്ങേറ്റം ദുസ്സഹമായി. ഒരു 50 രൂപ വാങ്ങിച്ചാൽ പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. മൈക്രോ ഫൈനാൻസ്, അതുപോലെ ബ്ലേഡുകാർ, അങ്ങനെ ചുറ്റും കടക്കാർ മാത്രം. ആ ഒരവസ്ഥയിലാണ് എൻ്റെ പരിശുദ്ധ അമ്മയോട് പക്ഷേ ഞാൻ യാചിച്ചിരുന്ന്, മാതാവേ എനിക്ക് ഒരു തരത്തിലും മാതാവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിക്കാൻ തോന്നരുത്. കുറേയേറെ പ്രലോഭനങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് എന്താണ് കിട്ടിയത്, ഇത്രയും നാളും മരണം മാത്രം ഇങ്ങനെ നോക്കി നടക്കണേലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും. പക്ഷേ ഞാൻ മാതാവിനെ കൈവിട്ടില്ല. കൊന്ത ചൊല്ലി, അങ്ങനെ കൊന്തയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരിത്. അത് ഒരു 10 മിനിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊന്ത കയ്യിലെടുക്കും. ഒരു വണ്ടിക്ക് പോയാൽ പോലും ഞാൻ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ 2022 ജൂലൈ 24 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഈ മാതാവിൻ്റെ അടുത്ത് വന്നം എന്നുള്ളൊരു മോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് ഉടമ്പടി എടുക്കാൻ കരുതിയല്ല ഞാൻ വരാനിരുന്നത്. എനിക്ക് അതിന് സാഹചര്യം ഒരുക്കി തന്നത് എൻ്റെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നൊരു കൂട്ടുകാരത്തി വന്ന്, നാളെ നീ വന്നണ്ട, നിങ്ങൾ ഉടമ്പടി പുതുക്കാൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി പൈസ ഒന്നുമില്ല, ഞാൻ രാത്രി പറയാം വരണോ വേണ്ടേന്ന്. അങ്ങനെ ഞാൻ ഒരു 9 മണിയായപ്പോഴാണ് അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്ന് 400 രൂപ തപ്പിപ്പറക്കിയാണ് ആ ചേച്ചി തന്നത് എനിക്ക്. 400 രൂപ. ഇവിടെ വരണമെങ്കിൽ എത്ര രൂപയാകുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്നതും മാതാവ് 5:30 എനിക്ക് അവിടെ നിന്ന് ഞാൻ കൂരിരുട്ടത്താണ് പോകുന്നത്. കാരണം എൻ്റെ അമ്മ അവിടെ നോക്കി നിൽക്കുകയാണ്. കാരണം ജീവച്ഛവം പോലെ ഒരു ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഒരു ശരീരം, അതായിരുന്നു എൻ്റെ അവസ്ഥ. ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റണില്ല. ഒരിത്തിരി വെള്ളം മാത്രമാണ് ഒരു ദിവസം ഞാൻ കുടിച്ചിരുന്നത്. രാത്രി എന്തെങ്കിലും കഴിച്ചാലായി. കാരണം കടത്തിൻ്റെ അത്രയും അങ്ങേറ്റ അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുക്കാനായിട്ട് ആ കുട്ടിയാണ് 100 രൂപ തന്നത് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട്. അതുവരെയും എൻ്റെ അവസ്ഥ അതായിരുന്നു. ഉടമ്പടി എടുത്ത് പിറ്റേ മാസം എനിക്ക് മാതാവ് അപ്രതീക്ഷിതമായിട്ടാണ് ഗൾഫിലോട്ട് അനുഗ്രഹം തന്നത്, ജോലി എടുക്കാനായിട്ട്. കാരണം എനിക്കതൊരു പോകണം എന്നൊട്ടും താല്പര്യമുണ്ടായിട്ടല്ല ഞാൻ. കാരണം എനിക്ക് വണ്ടി ചൊരുക്കുണ്ട്. പിന്നെ നമ്മുടെ നാട് വിട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പറൂര എറണാകുളത്തായൊക്കെ ജോലി നോക്കി അത് പോയി എടുക്കാൻ വരെയും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. പക്ഷേ എന്നാൽ ഞാൻ മാതാവിൻ്റെ ഈ ഒരൊറ്റ അനുഗ്രഹവും കൊണ്ട് എനിക്ക് ഗൾഫിലോട്ട് പോകാനായിട്ട് ഒരു പ്രചോദനം തോന്നി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹവും കൊണ്ട് ഒക്ടോബർ 1 ജപമാല മാസത്തിൽ തുടങ്ങണം അന്നാണ് ഞാൻ ഗൾഫിലോട്ട് പോയത്. ടിക്കറ്റ് കിട്ടിയതും പോകുമ്പോൾ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപം എടുക്കാൻ ഞാൻ മറന്നുപോയി. പോണ വഴിക്ക് ഞാൻ അത് തന്നെ, പക്ഷേ തിരിച്ചു വരാൻ പറ്റില്ല. ഫ്ലൈറ്റിനുള്ള സമയം 3 മണിക്കൂർ മുമ്പ് പോകേണ്ടതും തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ എയർപോർട്ടിൻ്റെ അകത്ത് വെച്ച് എനിക്കൊരു നേഴ്സ് കുവൈറ്റിലോട്ട് എനിക്ക് പേടിച്ചാണ് ഞാൻ പോണത്. കാരണം അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. പലരും പലതൊക്കെ പറയുന്നുണ്ട്. കുവൈറ്റിലോട്ടൊക്കെ അറബി വീട്ടിലോട്ടാണ് ഞാൻ പോണത്. അപ്പോൾ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല. അറബികളൊക്കെ ഭയങ്കര ഇതൊക്കെയാണെന്ന് പലരും പേടിപ്പിച്ച്. പക്ഷേ മരണം അത് മാത്രം വിചാരിച്ച് നടക്കണം എനിക്ക്. പിന്നെ എന്തെന്നാണ് നോർത്താണ് ഞാൻ കയറിപ്പോയത്. ആ എയർപോർട്ടിനുള്ളിൽ വെച്ച് എനിക്ക് ഒരു നേഴ്സ് കാശ് രൂപം എടുത്തു തന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ മോളെ ഇത് സഹായത്തിന് ആകും മാതാവ്. അപ്പം തന്നെ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. കാരണം മാതാവ് എനിക്ക് കൂടെ ഉണ്ട്. കാശ് രൂപം എനിക്ക് കിട്ടിയല്ല, ഞാൻ മറന്നു വെച്ചത് എനിക്ക് കൂടെ കിട്ടിയല്ല. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ മാതാവിനോട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, പണി എന്തോരം വേണമെങ്കിലും എടുക്കുക, പക്ഷേ
സ്നേഹവും സഹകരണമൊക്കെ ഉള്ളൊരു കുടുംബം. അതുപോലെ തന്നെ പണിയുണ്ട്, പക്ഷേ എന്നെ അവരുടെ കൂടപ്പിറപ്പിനെ പോലൊരു സ്നേഹിക്കണം ആ ഒരു കുടുംബത്തെയാണ് എനിക്ക് അവിടെ കിട്ടിയത്. അവിടെ ചെന്നിട്ട് എനിക്ക് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം, എനിക്ക് എൻ്റെ കൊന്ത നഷ്ടപ്പെട്ട് അവിടെ വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൊന്ത നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് എൻ്റെ മരണത്തിന് തുല്യമായിരുന്നു. കാരണം കൊന്ത മാത്രം ആശ്രയിച്ച് ഇങ്ങനെ ഒരു മിനിറ്റ് കിട്ടിയാൽ പോലും ഞാൻ ആ കൊന്ത കയ്യിലെടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും അത് ചൊല്ലി അങ്ങനെ വെക്കുന്ന ആൾക്ക് കൊന്ത നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എന്താണ് അത് പോയത്. ഞാൻ കീസ് പോക്കറ്റിലിട്ടുണ്ടാകും നടക്കാറ്, അത് ബാത്റൂമിൽ ക്ലോസറ്റിൽ എങ്ങനെയോ തെറിച്ച് പോയി. പിന്നെ എനിക്ക് മരണതുല്യമാണ്. ഞാനൊരു പ്രാന്ത് പിടിച്ചോലെയാണ്. സെപ്റ്റിക് ടാങ്കിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കൊന്ത അന്വേഷിച്ച് നടക്കുകയാണ്. മാതാവ് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവോ, കാരണം അത് മാതാവിനെ അറിയാം എനിക്കതില്ലാണ്ട് പറ്റില്ല എന്ന്. അങ്ങനെ എനിക്കൊരു പല്ലുവേദന വന്ന് പിറ്റേ മാസം, അസഹ്യമായ പല്ലുവേദന. അവരെന്നപ്പോൾ 1 മാസത്തോളം ഞാൻ പല്ലുവേദന സഹിച്ച്. പിന്നെ എൻ്റെ കൊന്ത ചൊല്ലിയത് ഞാൻ കൈവരലെണ്ണിയൊന്നോണം കൊന്ത ഞാൻ മുടക്കൂല ചൊല്ലണത്. ഒരു ദിവസത്തിൽ ഒരു 5 കൊന്തയെങ്കിലും ഞാൻ ചൊല്ലിയിട്ട് കിടക്കുള്ളൂ. ഞാൻ രാത്രി പോലും കൈവരലെണ്ണിയാണ് ഞാൻ കൊന്ത ചൊല്ലി തീർത്തതൊക്കെ. ആസ്പത്രിയിൽ അവരെന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ അങ്ങോട്ട് പോയപ്പോൾ ഒരു നേഴ്സ് വന്ന് എനിക്ക് പോക്കറ്റിൽ കിടക്കണ കൊന്തെടുത്ത് തരേണ്. ആ സമയത്ത് എനിക്കുണ്ടായ, കാരണം ഞാൻ ഈ നാട്ടിൽ നിന്ന് കുവൈറ്റിലോട്ട് കൊണ്ടുപോയ കൊന്ത അത് തന്നെ എല്ലാവരെയും കാണിക്കാറുണ്ട്. ഈ കൊന്ത തന്നെയാണ് എനിക്ക് ആ നേഴ്സ് തന്നത്. ഒരു വ്യത്യാസവുമില്ല. അതിന്മ കാശ് രൂപത്തോടു കൂടി തന്നെ എൻ്റെ കൊന്ത തന്നെനിക്ക് മാതാവ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ കടബാധ്യത കുറേശ്ശെ പൈസ കൊടുത്തൊക്കെ നമുക്ക് ബ്ലേഡ് കടങ്ങളും മറ്റുള്ളതൊക്കെ അടക്കാൻ പറ്റും. പക്ഷേ ആധാരം കുറേ ലക്ഷത്തിനേക്ക് ഇരിക്കണേണ്, അതും എനിക്ക് തൊടാൻ പറ്റില്ല. അത് അസാധ്യമായ കാര്യമാണ്. എനിക്ക് ഒരുമിച്ച് പൈസ അടച്ച് കേസിൽ പെട്ട് കിടക്കണ ആധാരം എടുക്കാമെന്നുള്ളത്. അത് പക്ഷേ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് അതിക്ക് മുമ്പ് എനിക്ക് യൂട്യൂബ് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാനോ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എനിക്കൊരു ചെറിയ ഫോണാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നെറ്റൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ മേഡത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഇടയ്ക്ക് നാട്ടിലോട്ട് വിളിച്ചിരുന്നതൊക്കെ. അങ്ങനെ 2025 അങ്ങനെ കുറേ കഴിഞ്ഞു പോയി. കുറേ അനുഗ്രഹങ്ങൾ. കാരണം എനിക്ക് അത്ര വേദനകളൊക്കെ വരുമ്പോൾ ഞാനൊരു ആസ്പത്രിയിൽ പോയ ഗുളിക കഴിക്കുകയോ ചെയ്യൂല. മാതാവ് തന്നെയാണ് ഇതൊക്കെ മാറ്റി തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 2025 ന്യൂ ഇയറിൻ്റെ അന്ന് എൻ്റെ മേഡം എനിക്ക് അത് പരിശുദ്ധ അമ്മയാണ് അത് വാങ്ങിച്ചത്. എനിക്കൊരു ഫോൺ മേടിച്ച് തന്ന്, പുതിയൊരു ഫോൺ മേടിച്ച് തന്ന്. എനിക്ക് അന്ന് തുടങ്ങി ഞാൻ ഇത് യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന, സാക്ഷ്യങ്ങൾ, ഇതൊക്കെയാണ് ഇങ്ങനെ നിരന്നു വന്നിരുന്നത്. അന്ന് തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അപ്പം എനിക്ക് തോന്നി മാതാവ് എനിക്ക് തന്നതാണ്. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങി. ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ പിന്നൊന്നും ഞാൻ മുടക്കാറുണ്ടായിരുന്നില്ല. രാത്രി ചിലപ്പോൾ 1 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ കിടക്കാൻ ചെല്ലണത്. എന്നാലും ഞാൻ പ്രാർത്ഥന അതൊക്കെ കണ്ടിട്ടൊക്കെ ഞാൻ കിടക്കുകയുള്ളൂ. അങ്ങനെ 2025 ഒരു ചിട്ടി ചേരാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നടക്കൂല. കാരണം നമ്മുടെ ഈ ബ്ലേഡ് കടവും പിന്നെ മറ്റുള്ളതൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് പൈസ മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നാലും മാതാവ് എൻ്റെ ഹസ്ബൻഡ് ഒരു 10,000 രൂപയുടെ ചിട്ടിയുടെ നോട്ടീസ് വിട്ടതെന്ന്. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ലോണിൻ്റെയൊക്കെ സംബന്ധിച്ചൊരു കുട്ടി വിളിക്കുമായിരുന്നു. ആ കുട്ടി 16 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയുടെ നോട്ടീസ് എനിക്ക് വിട്ടു തന്നു. ഞാനത് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് വിട്ട് കളയാൻ തോന്നണില്ല. കാരണം ആധാരം ഇങ്ങനെ ഇരിക്കണേണല്ല. പിന്നെയും കുറച്ച് കടങ്ങളൊക്കെ ബാക്കി കുറേ ഉണ്ട് കടങ്ങൾ. ഈ പണിയെടുത്തതും കൊണ്ട് എനിക്ക് എൻ്റെ 2 കൊല്ലമായിട്ട് എൻ്റെ നാട്ടിലോട്ടൊന്നും വരാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കടക്കാരോട് എന്ത് സമാധാനം പറയും? പോയിട്ട് തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്. പക്ഷേ ചെന്നിട്ട് പിന്നെ പോയിട്ട് തരാമെന്ന് പറയണത് ഒരു മര്യാദയാണ്. അങ്ങനെ ഓർത്തോർത്ത് ഞാൻ വിഷമിച്ച് പിന്നെ ഇരിക്കണമായിരുന്നു. അങ്ങനെ ആ ചിട്ടി ഞാൻ ധൈര്യപൂർവ്വം ചേർന്ന് എന്തെങ്കിലും ആവട്ടെ എന്നോർത്ത് ജനുവരിയിൽ ഈ ചിട്ടി ചേർന്ന് ഇവിടെ നിന്ന് മാതാവിൻ്റെ ഒരു ഫോട്ടോ, കാശ് രൂപങ്ങളും ഉപ്പ് ഇതൊക്കെ ഞാനിവിടെ വന്ന ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ച് എൻ്റെ ഫോട്ടോ അവിടെ വെപ്പിച്ച് എൻ്റെ അമ്മനെ കൊണ്ട് അതിനകത്ത് അമ്മനോട് പറഞ്ഞ് തിരി കത്തിക്കണമേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഉപ്പ ചിട്ടി ബുക്കിൽ
തൂളിയും ഞങ്ങളുടെ 4 അതിർത്തിയിലും ഉപ്പിട്ടൊക്കെ അമ്മനോട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അമ്മ അതൊക്കെ ചെയ്യണോട്ടാന്ന് പറഞ്ഞ് അങ്ങനെ മാർച്ച് 3-ാം തീയതി ആയിരുന്നു ചിട്ടി എനിക്ക് ആദ്യം ഇറക്കി തന്നെ. ആ ചിട്ടി എനിക്ക് എടുത്തു തന്നു മാതാവ്. അങ്ങനെ എൻ്റെ ആധാരം അവിടെ നിന്ന് റിലീസാക്കി 15,20,000 രൂപ ബാക്കി ആധാരം എടുപ്പിച്ച് ബാക്കിയുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് പുറംകടങ്ങളും കുറച്ച് വീട്ടാൻ പറ്റി. കടബാധ്യതകൾക്ക് മാതാവ് കുറേയേറെ ഇനിയുമുണ്ട് ബാധ്യതകൾ, എന്നാലും മാതാവ് അത് കുറേശ്ശെ തീർത്ത് തരാനായിട്ട് അനുഗ്രഹം. പിന്നെ എനിക്ക് മാതാവ് തന്നത്, ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ വളരെ ആഗ്രഹപ്പെട്ടിരുന്നു. പക്ഷെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ വീട്ടിൽ നിൽക്കണമെങ്കിൽ എനിക്ക് ജൂലൈയിൽ മാത്രമേ അവർ ഒഴിവ് തരുള്ളായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് പുറത്ത് ജോലി എടുക്കാനൊരാഗ്രഹം തോന്നി. അപ്പോൾ വിസ പുറത്തെടുത്താൽ 2-3 വീട്ടിലൊക്കെ പണിയെടുത്താൽ നമ്മൾക്ക് കുറച്ച് കൂടുതൽ പൈസ അയക്കാമെന്നുള്ളൊരു അഹങ്കാരമാണെന്നൊന്നും അറിയില്ല. അത് അങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഞാനങ്ങനെ വിചാരിച്ച് അവിടോട് വേറെ ആളെടുത്തോന്ന് പറഞ്ഞ്. കാരണം എന്നോട് അത്രയും സ്നേഹമുള്ളൊരു വീട്ടുകാരാണത്, സംരക്ഷണമൊക്കെ ഉള്ള വീട്ടുകാരാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് പോകണമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് അവരോട്. ആളെടുത്തു. അവർ ഓഫീസിൽ ആളെടുക്കാൻ കൊടുക്കുകയും ചെയ്ത്. പിന്നെ പക്ഷേ എനിക്ക് പൈസ കിട്ടിയില്ല. എനിക്ക് ഈ വിസ പുറത്തെടുക്കാനായിട്ട് ക്യാഷ് വേണ്ടേ, അതിന് എനിക്ക് റെഡിയായില്ല. പക്ഷേ അതിനേലും വലിയൊരു മാനസിക വിഷമം, എനിക്ക് ആ വീട്ടുകാരെ പിരിയാനായിട്ടുള്ളൊരു വിഷമം പിന്നെയാണ് ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. എനിക്കത് വേണ്ടിയില്ലായിരുന്നു, അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. എൻ്റെ മാതാവ് എനിക്കൊരു തുണയായിട്ട് അവിടെ എത്തിച്ചു തന്നതാണ് എന്നെ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലാസ്റ്റ് അവർ വേറെ ആളെടുത്തത് ഞാൻ ജപമാല റാലിയുടെ ഒരാഴ്ചയ്ക്ക് മുന്നാണ് ഒരാൾ വന്നത് അവിടെ. 6 മാസം വരെയും വരാത്ത ആൾ എനിക്ക് പകരമായിട്ട് ജപമാല റാലിയുടെ ഒരാഴ്ചയ്ക്ക് മുന്നേ വന്ന് എന്നോട് അവർ പറഞ്ഞെങ്കിൽ നാട്ടിലോട്ട് പോയിക്കും. അങ്ങനെ ജപമാല റാലിയുടെ 24-ാം തീയതി ഞാനിവിടെ എത്തി. റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അവിടുത്തെ വീട്ടുകാരുടെയും കുഞ്ഞിൻ്റെ മുഖം മാത്രമായിരുന്നു. കാരണം തിരിച്ച് ചെല്ലാൻ ഇനി പറ്റില്ല. ഇനി വേറൊരിടത്ത് പോയാൽ ചിലപ്പോൾ സാലറിയൊക്കെ ഇത്ര കിട്ടുമോ, ഞാൻ ഉദ്ദേശിച്ചത് നടന്നില്ലല്ലോ, പുറത്ത് വിസ എടുക്കണത്. ഇനി വേറെ ആശ്രയിക്കേണ്ടി വരുമല്ലോ, വേറെ വീടൊക്കെ. അങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല റാലിയിൽ മൊത്തം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണമായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കുറേ പൈസ കൊടുത്താണ് ഒരു ആളവിടെ എടുക്കണത്. ഞാൻ അവളെ തിരിച്ച് വിടാൻ അവർക്ക് പറ്റില്ല, എന്നെ എടുക്കാനും പറ്റില്ല. പക്ഷേ ഈ ഒരു 2-3 ദിവസത്തിന് മുമ്പേ തന്നെ എൻ്റെ മേഡം എന്നെ വിളിച്ച്, എന്നെയാണ് അവർക്ക് ആവശ്യം, ആ പെൺകുട്ടീനെ അവർക്ക് ആവശ്യമില്ല, അവർക്കതിന് അവിടെ നിൽക്കാനും കഴിയില്ല, മേഡം എനിക്ക് ടിക്കറ്റ് ഇട്ട് തന്നേക്കാണ് കയറി ചെല്ലാൻ പറഞ്ഞ്. ഞാൻ ഈ ഞായറാഴ്ച പോയാണ് ആ വീട്ടിലോട്ട് തന്നെ. ഇത് ആരുടെ അസാധ്യമായ കാര്യമാണിത്. കാരണം ആ വീട്ടിൽ നിന്ന് ഞാൻ പോകുന്നതാണ്, എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞും കൊണ്ടും. പിന്നെ തിരിച്ച് വിളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധ്യമായ കാര്യമാണ്. പക്ഷേ എൻ്റെ മാതാവ് അതെനിക്ക് നടത്തി തന്ന് ഞാനിപ്പോൾ ഞായറാഴ്ച പോകും. പിന്നെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു നിയോഗത്തിൽ ഞാൻ അതിന് ശേഷം ഇവിടെ വന്നേ പിന്നെ ഉടമ്പടി പുതുക്കി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥ വളരെ അവസ്ഥയായിരുന്നു. ഇത്രയും കാശൊക്കെ കിട്ടിയിട്ടും പുറം കടങ്ങളൊക്കെ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ പെരയുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുക്കളയൊക്കെ ആകെ, ബാത്റൂമൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞും ഞാൻ വന്ന് കണ്ടപ്പോൾ നെഞ്ച് പൊട്ടിയാണ്. ഞാൻ ആ വെളുപ്പിന് 5 മണിക്ക് വന്ന് കയറി കണ്ടപ്പോൾ ഉള്ള അവസ്ഥ. മാതാവിനോട് ഞാൻ റാലിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഈ 2 നിയോഗങ്ങളാണ്. എനിക്ക് അറബി വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം, എനിക്ക് എൻ്റെ പെരയുടെ ഒരു ഇതിന് സഹായിക്കണം. അപ്പം അങ്ങനെ. പക്ഷേ എനിക്ക് ഏത് വഴിയാണെന്നൊന്നും അറിയില്ല. എൻ്റെ ആ ഒരു 2 ആഴ്ചയും കൊണ്ട് എനിക്ക് മാതാവ് എൻ്റെ ബാത്റൂമൊക്കെ റെഡിയാക്കി തന്ന്, എല്ലാവരും റെഡിയാക്കി തന്ന്. അത് എവിടെ നിന്നാണ് എന്താണെന്നൊന്നും എനിക്കറിയൂല. എൻ്റെ പരിശുദ്ധ അമ്മയാണ് എനിക്കിതൊക്കെ എല്ലാവരും സാധിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോട്. പിന്നെ മുടി കൊഴിച്ചിൽ എനിക്ക് അവിടെ വെച്ച് നന്നായിട്ട് മുടി കൊഴിയൂർന്ന്, മുടി മൊത്തം ഒരുവിധമൊക്കെ പോയി തീർന്ന്. ഞാനിപ്പോൾ മാതാവിനോട് ഇനി എല്ലാ കാര്യവും മാതാവിനോട് പറഞ്ഞു, ഇതൊരു ചെറിയ കാര്യമല്ലേ, കുഴപ്പമില്ല, ഞാൻ തലമൊട്ടയാലും നടന്നോളാം. പക്ഷെ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി എൻ്റെ മുടി കൊഴിച്ചിൽ നിന്ന്, മൊത്തം മുടി കൊഴിച്ചിൽ നിന്ന് ചീപ്പി പോലും ഒരു തരി മുടി കൊഴിയണില്ല. ആ ഒരു അവസ്ഥയിലോട്ട്
മാറി. ക്യാൻസർ രോഗികൾക്കൊക്കെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ശതമാനം തുകയാണ് ആദ്യം കൊടുത്തിരുന്നത്. പിന്നെ എൻ്റെ ദുരിതങ്ങൾക്കൊക്കെ മാതാവ് ഒരു ഇത് തന്നതിന് ശേഷം ഞാൻ ഡയാലിസിസിന് പൈസ കൊടുക്കും, അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കും. പിന്നെ എല്ലാ മാസവും മാസത്തിൽ നിന്ന് എൻ്റെ ഒരു ചെറിയ തുക എല്ലാ രോഗികൾക്കും കൊടുക്കും. പ്രേക്ഷിത വേല, മാതാവിൻ്റെ പത്രം ഇപ്പം ഞാൻ വന്നേ പിന്നെ 2-3 പ്രാവശ്യം മേടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്നോട് വർത്താനം പറയണ എല്ലാവർക്കും മാതാവിൻ്റെ ആ ഒരു മഹത്വം ഞാൻ എല്ലാ ദിവസവും, ഒരു ദിവസം മുടങ്ങാണ്ട് ആരായിട്ട് വർത്താനം പറഞ്ഞാലും മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ പറയാറുണ്ട്. ഇത്രയും നന്ദി, കോടാനുകൂടി നന്ദി ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന്. എൻ്റെ പേര് റോസ്ലിൻ. ഞാൻ താമരശ്ശേരി രൂപത മരഞ്ചാട്ടി ഇടവക അംഗമാണ്. ഞാനൊരു നേഴ്സാണ്. എനിക്ക് ഉടമ്പടിയിലൂടെ ലഭിച്ച മാതാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ജനുവരി 5, 2024 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എല്ലാ നഴ്സുമാരെ പോണക്കും ഒരുപാട് പ്രാവശ്യം OET എക്സാം എഴുതിയായിരുന്നു. എനിക്ക് റീഡിങ് മാത്രം പാസ്സാവുന്നില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് സ്വീകരിക്കുകയും ചെയ്തു. അച്ഛൻ എനിക്കൊരു കാശ് രൂപം വെഞ്ചരിച്ച് തന്നു. അച്ഛൻ ചോദിച്ചു എന്നാ എക്സാം എന്ന്. അപ്പം ഞാൻ 2 എക്സാം ആ മാസത്തിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് എഴുതിയ എക്സാമിനൊക്കെ എപ്പോഴും എനിക്കൊരു C എന്നുള്ള സ്കോർ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ആ എഴുതിയ എക്സാമിൽ എനിക്ക് 2 പ്രാവശ്യവും എനിക്ക് B കിട്ടി. ഞാൻ ഓരോ ആൻസർ സെലക്ട് ചെയ്യുമ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നാലും മാതാവിനോട് പ്രാർത്ഥിച്ച് കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് ന്യൂസിലാൻഡിന് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ കുടുംബമായിട്ട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. മക്കളും എല്ലാവരും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഇത്രയും എക്സാം എഴുതി എന്നിട്ടും ഇത് എക്സാം തീർന്നിട്ടില്ല, നീ ഇനിയും എഴുതണം എന്ന് ഇങ്ങനെ കുർബാനയിൽ നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എന്നോട് മാതാവ് പറയുന്നു ഇനിയും എക്സാം എഴുതണമെന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഓൾറെഡി വിസ വന്നതല്ലേ, നീ എന്തിനാണ് ഇനി എക്സാം എഴുതുന്നത്? അല്ല, എനിക്ക് ഒന്നും കൂടെ എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ പോയി എഴുതി. അതിലെനിക്ക് മാതാവ് എല്ലാത്തിനും B തന്നു. അങ്ങനെ ഞാൻ ന്യൂസിലാൻഡിൽ പോയി. അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം മാറി. അവിടെ ജോലി കിട്ടാത്തൊരു സാഹചര്യം വന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു. അങ്ങനെ തിരിച്ചു പോരുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഉടമ്പടിയിൽ എൻ്റെ ഫസ്റ്റത്തെ നിയോഗം, അമ്മേ മാതാവേ നീ എൻ്റെ കൂടെ വരണേന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലൊക്കെ തന്നെ എനിക്ക് ദുബായിൽ ലൈസൻസ് ഉണ്ട്, ന്യൂസിലാൻഡ് ലൈസൻസ് കിട്ടി, ഓസ്ട്രേലിയൻ ലൈസൻസ് കിട്ടി. ഈ 3 ലൈസൻസ് ഞാനിവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കാൽക്ക വെച്ച് സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഞാനിവിടെ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ലൈസൻസും എൻ്റെ ജീവിതവും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബവും ഒക്കെ ഞാൻ നിൻ്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞാൻ പോകേണ്ട ദേശം ഏതാ, ഞാൻ പോകേണ്ട സ്ഥലം ഏതാ, അതെല്ലാം എനിക്ക് കാണിച്ചു തരണം. അതിന് തെളിവായിട്ട് എനിക്കൊരു ജോബ് വിസ തന്നാലേ ഞാൻ പോവുള്ളൂ, അല്ലാണ്ട് ഞാൻ പോകത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം. എനിക്കെൻ്റെ കുഞ്ഞു മക്കളാണ്, 4 പിള്ളേരാണ്. അപ്പോൾ അവർ 4 പേരെയും ഇട്ടിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് മാതാവേ. എങ്ങോട്ടാണേലും നീ തീരുമാനിക്കുന്നത് നടക്കണം. ഇനി എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ്, എനിക്ക് അവിടെ പോകണം, എനിക്കിവിടെ പോകണം, എനിക്കത് വേണം, ഇത് വേണം. ഇനി എൻ്റെ ആഗ്രഹമല്ല, നിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിച്ചിട്ട് പോയി. അതിനുശേഷം ഞാൻ തിരിച്ചു ചെന്നിട്ട് ഉടമ്പടിയിൽ എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന്, ഉടമ്പടിയിൽ പേപ്പർ തരുമല്ലോ നമുക്ക്, റോസ് കളറിലുള്ള പേപ്പർ, ആ പേപ്പർ എടുത്ത് വെച്ച് എന്തൊക്കെ കാര്യങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ടെന്ന് നോക്കി. എന്നിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഓരോന്നായി തിരുത്തി. അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ വന്നപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയെ, എൻ്റെ അടുത്ത് ജോലിയില്ല, പൈസയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ കുർബാനയിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് ആകെ ദൈവത്തിന് വേണ്ടി കൊടുക്കാനുള്ളത് എൻ്റെ നേഴ്സിംഗ് സ്കില്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇത്രയും നാൾ ഞാൻ നേഴ്സിംഗ് സ്കില്ല് ജോലി ചെയ്തതിനെല്ലാം ശമ്പളം വാങ്ങിയിട്ടുണ്ട്, ഇനി ഞാൻ ചെയ്യുന്ന ജോലിക്ക് ഞാൻ ശമ്പളം വാങ്ങുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞ 1 വർഷം ഞാൻ പാലിയേറ്റീവ് കെയർ, എൻ്റെ ഇടവകയിലുള്ള പാലിയേറ്റീവ് കെയറും അടുത്ത ഇടവകയിലുള്ളിടത്തും പോയി പാലിയേറ്റീവ് കെയറിന് പോകുമായിരുന്നു. ഒത്തിരി രോഗികളെ ശുശ്രൂഷിക്കാനും ഒത്തിരി പേർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അവസരം മാതാവ് എനിക്ക് തന്നു. അതിന് ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ എളിമപ്പെടാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നു അത്. എനിക്ക് മാത്രമല്ല, അമ്മ ഇങ്ങനെ പാലിയേറ്റീവ് കെയറിന് പോവുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുമെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരെ അതൊരു വിശ്വാസം പകർന്നു കൊടുക്കാനുള്ള ഒരവസരമായിട്ട് ദൈവം എനിക്കത് ഒരുക്കി തന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ നേർന്ന് ഞാൻ 6 മാസമായിട്ട് ഓസ്ട്രേലിയയ്ക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് എന്നും അപ്ലൈ ചെയ്യും. ന്യൂസിലാൻഡിൽ പോയി ജോലി കിട്ടാണ്ട് തിരിച്ചു വന്ന എല്ലാ നേഴ്സുമാർക്കും അറിയാം, ഹസ്ബൻഡും വൈഫും ജോലി ഇല്ലാണ്ട് നിൽക്കുന്നു, 4 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആ ബുദ്ധിമുട്ടും അതിൻ്റെ സ്ട്രെസ്സും അതിൻ്റെ കൂടത്തിൽ നമുക്ക്
ജോലി എത്ര അപ്ലൈ ചെയ്തിട്ടും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ എല്ലായിടത്തും എല്ലാ ന്യൂസ് പേപ്പർ എടുത്താലും നമുക്കറിയാം ഇപ്പോൾ എവിടെയും ജോലി കിട്ടുന്നില്ല എന്നുള്ള സാഹചര്യങ്ങൾ എല്ലാം വരുന്നതും ഓരോ നിയമങ്ങൾ മാറുന്നതും കാണും. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഞാൻ എൻ്റെ മാതാവിനെ ഏൽപ്പിച്ചതാണ്, എൻ്റെ മാതാവ് എനിക്ക് തരും, എൻ്റെ മാതാവ് എനിക്ക് തരും എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനത് ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ ഈ പാലിയേറ്റീവ് കെയറിന് പോകാമെന്ന് തീരുമാനിച്ച് കുർബാന കഴിഞ്ഞിറങ്ങി നോക്കുമ്പം എനിക്കൊരു മെയിൽ വന്നേക്കുന്നു. എനിക്ക് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ. സാധാരണ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മുമ്പേ സ്കെഡ്യൂൾ ചെയ്യുന്നതാണ്. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഒന്നും പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ചെയ്യാനോ സമയം ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇൻ്റർവ്യൂവിലിരുന്നു. എനിക്ക് ആ ഓസ്ട്രേലിയൻ ആക്സെൻ്റ് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. എൻ്റെ മാതാവ് ഇടപെട്ട് അവരെ ഞാൻ രണ്ടാം വട്ടം ചോദിച്ചു, എനിക്ക് എന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എനിക്ക് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത്. അവരോരോ ക്വസ്റ്റ്യനും എനിക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് തന്നു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കൃപാസനത്തിൽ വരണം, ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയണം തോന്നി ഇൻ്റർവ്യൂ തന്നതിന്. അപ്പോൾ എൻ്റെ ജോലി കിട്ടിയില്ലല്ലോ. ഇല്ല, ജോലി കിട്ടുന്നത് എനിക്ക് മാതാവ് തന്നതാണ്, അതെനിക്ക് മാതാവ് തരും എന്നുള്ള ഉറപ്പ്. ഞാനിവിടെ വന്നു. ഹസ്ബൻഡ് ചോദിച്ചു, നീ എങ്ങനെ പോകുന്നു? ഞാൻ കോഴിക്കോട് നിന്ന് ഞാൻ ബസ്സിന് പോകും, നാളെ വൈകുന്നേരത്തെ ബസ്സിന് തന്നെ ഞാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ ബസ്സിന് കയറി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് മാതാവിനോട് താങ്ക്സ് പറഞ്ഞിട്ട് തിരിച്ചു ചെന്നു. മാതാവ് എനിക്ക് ആ ജോലി തരികയും അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. എനിക്ക് ജോബ് വിത്ത് PR എൻ്റെ ഫാമിലിയോട് കൂടി പോകാനുള്ള അവസരം മാതാവ് ഒരുക്കി തന്നു. ഈ മാസം 26-ാം തീയതി ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടി ഓസ്ട്രേലിയക്ക് പോവുകയാണ്. എൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയും കൃപയുമാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചപ്പം ഈശോ എനിക്ക് വേണ്ടി 1000 മടങ്ങ് ഇങ്ങോട്ട് നടന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങൾ കുടുംബമായിട്ട് പറ്റുന്നത്രയും ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും, കുഞ്ഞുങ്ങളെയും കൂട്ടി. എനിക്ക് 4 മക്കളാണ്, കുഞ്ഞുങ്ങളാണ്, എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോവണ്ടേന്ന് ചോദിച്ച് അവരെ കൂട്ടി ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ അടുത്തൊരു ചാപ്പലുണ്ട്, അവിടെ ആരാധന ഉണ്ടാവാറുണ്ട്. ആ ചാപ്പലിൽ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഞാനും ജീവിതപങ്കാളിയും പോവും. പറ്റുമ്പോഴൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചു എന്ന് ഉറപ്പ് വരുത്തും. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന പത്രങ്ങളെല്ലാം, എനിക്കിതല്ലാണ്ട് ജീവിതത്തിൽ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊരു ഏജൻറ്റ് പോലും ഈ ന്യൂസിലാൻഡ് പ്രോസസ്സിനോ ഓസ്ട്രേലിയ പ്രോസസ്സിനോ ഇല്ലായിരുന്നു, എല്ലാം തന്നെയായിരുന്നു. കാരണം നമുക്ക് അത്രയും പൈസ കൊടുത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല. മിക്കവാറും ബാക്കിയുള്ള നഴ്സുമാർക്ക് മനസ്സിലാവും എന്നെ. നമ്മൾ ജോലിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു പൈസ കൊടുത്ത് നമുക്കൊരാളെ ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. നമ്മൾ തന്നെ ഇരുന്നായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എന്താ അടുത്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാത്ത ആരെങ്കിലുമൊക്കെ ഞങ്ങളെ സഹായിക്കാനായി മാതാവ് വിട്ടിരുന്നു. ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അത് ഓരോ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കേട്ട് പ്രാർത്ഥിക്കുമ്പം ഓരോ പുതിയ മാർഗ്ഗങ്ങൾ ഓരോ ദിവസവും തുറന്നു തരുമായിരുന്നു. അങ്ങനെ എല്ലാ സ്റ്റെപ്പും ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. എന്നെപ്പോലെ വിഷമിക്കുന്ന എല്ലാ നഴ്സുമാർക്കും അവരോട് ഞാൻ പറയാനിരിക്കുന്നത്, നിങ്ങൾ മാതാവിൻ്റെ അടുത്തേക്ക് വരിക. മാതാവിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. മാതാവിന് വിട്ടുകൊടുത്തു കഴിയുമ്പോൾ മാതാവ് നമുക്ക് തരും. ഈശോയെ നന്ദി.